നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും നന്നായിട്ട് തഴച്ചു വളരുന്നതും അതുപോലെ തന്നെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് കറിവേപ്പും പച്ചമുളകും. എന്നാൽ പലരും ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പച്ചമുളകിനും അല്ലെങ്കിൽ കറിവേപ്പിനൊക്കെ നന്നായിട്ട് തഴച്ചു വളരുന്നില്ല, ഇല്ലെങ്കിൽ ഇലകളിൽ ഉണ്ടാകുന്ന കറുത്ത പുള്ളിക്കുത്ത് അല്ലെങ്കിൽ ഇലകളിൽ ഇങ്ങനെ ചുരുണ്ടു പോകുന്ന പച്ചമുളകിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മളൊക്കെ വിത്തൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ മുളച്ച് വരുന്നില്ല, അല്ലെങ്കിൽ മുളച്ച് വന്നതൊക്കെ ആണെങ്കിൽ ഒരു മുരടിച്ച് പോലെ, അതുപോലെ തന്നെ കായ്പിടുത്തമൊന്നും ഒട്ടും കിട്ടുന്നില്ല, പൂക്കൾ ഉണ്ടാവുന്നില്ല. അങ്ങനെയൊക്കെ പല പരാതികളും നമ്മൾ ഇതിനു മുൻപ് ഇട്ടിരുന്ന വീഡിയോകളിലെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനൊക്കെ പരിഹാരമായിട്ട് ഒരു വീഡിയോ ആണ് ഇന്ന് കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തിട്ട് നല്ല രീതിയിൽ കായപിടുത്തവും ഒക്കെ ഉണ്ടായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പുമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട വളങ്ങളും അതുപോലെ അതിൻ്റെ പരിചരണമാണെന്ന് പറയുന്നത്. ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത്, നമ്മൾ നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇത് ഞാൻ ഒരു ദിവസം വെച്ച് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 2 സ്പൂണ് നന്നായിട്ട് പുളിച്ച മോരുണ്ടെങ്കിൽ, മോരോ തൈരോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതും കൂടി ഒഴിച്ച് അതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ പുളിക്കാത്ത കഞ്ഞിവെള്ളമാണെങ്കിൽ നിങ്ങൾ മോരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് പുളിപ്പിക്കാൻ വെക്കുക. അതിനുശേഷം ചാരമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഒപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളുടെ തോലും അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്കയിലെ പഴത്തിൻ്റെ തോലും കൂടെ നന്നായിട്ട് ഒരു ബോട്ടിലിനകത്ത് ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വെച്ച് ലയിപ്പിച്ചൊരു സാധനമാണ്. അതും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഈ മുരടിച്ച് നിൽക്കുന്ന എല്ലാ ചെടികൾക്കോ അല്ലെങ്കിൽ കറിവേപ്പിനോ എന്തിനെങ്കിലും 15 ദിവസം നമ്മൾ കൂടുമ്പോൾ ഈ ഒരു വളം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് മുരടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് പുളിപ്പിച്ചിട്ട് എല്ലാ ദിവസവും ഒന്നിങ്ങനെ തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കാണും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കേട്ടോ.